ശ്രീ സേനാപതി വേണു, ഇപ്പോൾ ഇടതു നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത് നിങ്ങളുടെ ഭരണകാലത്താണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന 2005-ലാണ് ഇത്തരത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു കരാർ കൊടുക്കുമ്പോൾ അത് ടെൻഡർ വേണ്ട എന്ന്, ടെൻഡർ ഒഴിവാക്കിക്കൊണ്ട് കരാർ കൊടുക്കാമെന്നുള്ള നിബന്ധന വന്നത് നിങ്ങളുടെ കാലത്താണെന്നാണ് ശ്രീ ജയചന്ദ്രൻ പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും ഇവിടെ ഉയരുന്ന പ്രശ്നം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മറ്റൊരു ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനാണ് ഈ ശബരിമല മഹാസംഗമത്തിന്റെ, ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചത്, ആ പരിപാടി നടത്താൻ ചുമതലപ്പെടുത്തിയത്. പക്ഷേ അവരിൽ നിന്ന് പോലും ടെൻഡർ എടുക്കുന്നില്ല. നീലിമ, ഇപ്പോ ജയചന്ദ്രൻ സാറിനെ പോലെ ഒരാള് ഉന്നയിച്ച ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അതിന്റെ ആധികാരികത അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് പരിശോധിച്ചതിന് ശേഷം പറയാം. ഈ ഉമ്മൻചാണ്ടി സർക്കാരാണോ ഇങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ കൊടുക്കാൻ ഉള്ള അനുമതി കൊടുത്തിരിക്കുന്നത്? ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ ചോദ്യം, ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരിക്കുന്ന ഏതെങ്കിലും തെറ്റോ വീഴ്ചയോ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയല്ലേ? പൊതുപ്പണത്തിൽ നിന്ന് നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അതിന് മത്സരാധിഷ്ഠിത ടെൻഡറുകൾ കൊടുത്ത് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്നതിന് അതാണല്ലോ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമം. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് ഞങ്ങളത് തുടരുന്നു എന്ന് പറയുന്നതിൽ ന്യായീകരണമില്ല. ഞാൻ ജയചന്ദ്രൻ സാറിന്റെ അറിവിലേക്കായിട്ട് ഇതിന്റെ 5ാമത്തെ ഓർഡർ അദ്ദേഹം പറഞ്ഞു കണ്ടല്ലോ, അതായത് ഇറ്റ് ഈസ് ഫർദർ നോട്ടീസ്ഡ് ദാറ്റ് ഫ്രം ദ ബോർഡ് സ്റ്റോക്ക് ഐറ്റംസ് സച്ച് ആസ് 4100 യൂണിറ്റ്സ് ഓഫ് അരവണ, 4100 പാക്കറ്റ്സ് ഓഫ് അപ്പം, എല്ലാം 4100 വന്നത്. അവിടെ ആകെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 700-ൽ താഴെയാണ്. 700-ൽ താഴെ ആളുകൾ പങ്കെടുത്തെടുത്ത് ഇതെല്ലാം 4100 യൂണിറ്റ്. ഇന്നിപ്പോ വേറൊരു ഏതോ ഒരു ചാനലിൽ ഒരാൾ പറഞ്ഞു കേട്ടു, ഞാൻ ആധികാരികത അറിയത്തില്ല, ഈ ഭക്ഷണത്തിന്റെ ചുമതലക്കാരൻ എന്ന് പറയുന്നത് മുരാരി ബാബുവാ, ഈ തട്ടിപ്പ് നടത്താനായിട്ടുള്ള ഏറ്റവും. അപ്പോ അവിടെ 700 പേരുടെ പേരിൽ 5000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം ഭക്ഷണം പോയോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമില്ലല്ലോ, അവർക്ക് ഇതിന്റെ പൈസ കിട്ടിയേച്ചാൽ മതിയല്ലോ. അപ്പോ ഈ 4100 യൂണിറ്റ് അപ്പവും അരവണയും വിഭൂതിയും ആടിശിഷ്ട നെയ്യ് ഇതെല്ലാം ഇത് ബോർഡിൽ നിന്ന് ഇഷ്യൂ ചെയ്തതായിട്ട് കണക്കുണ്ടാക്കിയിട്ട് ഈ പൈസ എല്ലാം അടിച്ചു മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഇതിവിടെ നടക്കുന്നത് വലിയ കൊള്ള, സംഘടിതമായിട്ടുള്ള ഒരു കൊള്ളയല്ലേ. ആ കൊള്ളയ്ക്ക് മറ പിടിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ, എന്നിട്ട് സംഗമത്തെ കുറിച്ച് പറയുന്നത് എന്താണ്, ഇവിടെ G20 ഉച്ചകോടിയൊക്കെ നടക്കുന്ന ആ വലിയ പ്രചരണമല്ലേ ആഗോള അയ്യപ്പ സംഗമത്തിന് കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ പേര് 8 ലക്ഷം രൂപ വൈകിട്ട്, അവിടെ വൈകിട്ട് എന്താ പറഞ്ഞേ, ഈ പമ്പയിൽ കാട്ടുമൃഗങ്ങൾ പോലും ഇറങ്ങുന്നില്ല, അന്ന് വൈകിട്ട് 8 ലക്ഷം രൂപയാണ് കലാപരിപാടികൾ നടത്താനായിട്ട് കൊടുത്തതെന്ന്. ഇതിന് വല്ല ബില്ലുണ്ടോ, ആർക്കാ കൊടുത്തത്, വല്ല കണക്കുണ്ടോ? അതുകൊണ്ടാണ് വിജയ് യേശുദാസ് ഒക്കെ ഒരുപക്ഷെ ഇത്രയും ശുഷ്കമായ പാടിയത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെയൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഇതിന്റെയൊക്കെ പേരിൽ എഴുതി വാങ്ങിയിരിക്കുന്നത് 500-600 ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിക്ക് 8 കോടി രൂപ അത് എഴുതി മാറ്റിയതിന് ശേഷം ഇനി ഇതൊക്കെ എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കും? ഒരു ന്യായീകരണം ഇവർക്കില്ല. ഇതെല്ലാം നടന്നിരിക്കുന്നത് പകൽ കൊള്ളയാണ്. ആ പകൽ കൊള്ളയെ കുറിച്ചുള്ള വിവരമാണ് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അടുത്ത 1 മാസത്തിനകം ഇതിനെക്കുറിച്ച് കൃത്യമായി ഇതിന്റെ വൗച്ചറുകളും മറ്റു കാര്യങ്ങളും, അപ്പൊ അത് പുറത്തു വരുമ്പോ എത്രയാണ് ഇതിന്റെ അകത്ത് നടന്നിരിക്കുന്ന തട്ടിപ്പ്, 4200 അരവണ അത് ആർക്ക് കൊടുത്തതാണ്, അതിന്റെ തുക എഴുതി മാറ്റിയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരണം. പക്ഷെ ഒന്നും പുറത്തു വരികയില്ല. കാരണം എന്താ, ഈ പിണറായി ബനാന റിപ്പബ്ലിക്കിൽ അടുത്ത 2 മാസക്കാലത്തേക്ക് കൂടി ഈ കാര്യങ്ങളൊന്നും പുറത്തു വരികയില്ല. അതിനുശേഷം നീലിമ ഞങ്ങൾ വരുമ്പോൾ ഇതിന്റെ കൃത്യമായ കണക്ക് ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ആരൊക്കെയാണ് മേടിച്ചിരിക്കുന്നതെന്ന് അന്ന് ഞങ്ങൾ പറയും. ആ കാര്യത്തിൽ ജയചന്ദ്രൻ സാറിനോട് ഞങ്ങൾ പറയും. കൊടിമര പുനഃപ്രതിഷ്ഠയുടെ കാര്യം കൂടി ചില പ്രശ്നങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അത് മറന്നുകൊണ്ടല്ല ഇവർ നടത്തിയ കാട്ടുകൊള്ളയെ കുറിച്ച് അങ്ങയോട് ഞാൻ സംസാരിച്ചത്, സമയക്കുറവ് കൊണ്ടാണ്.